ആമേൻ, ആമേൻ. അതിന് യോഹന്നാൻ നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ്. യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്ത്? ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നു എങ്കിൽ ദൈവത്തെ നാം അറിഞ്ഞിരിക്കുകയാണ്. പ്രിയരെ, ഈ കാലഘട്ടത്തിനകത്ത് ദൈവത്തെ അറിയാൻ, ദൈവത്തെ അറിയുക എന്നൊരു പ്രമേയത്തിന്, ദൈവത്തെ അറിയുക എന്ന ആശയത്തിന് ഇത്ര പ്രാധാന്യത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെ അറിയാമെന്ന് ഹൃദയം കൊണ്ട് പറയുകയും പുറമെ പ്രകടനങ്ങൾ കൊണ്ട് ജീവിതത്തിൻ്റെ നിലവാരങ്ങളിൽ ദൈവം എന്നെ അറിയുന്നുണ്ട്, ഞാൻ ദൈവത്തെ അറിയുന്നുണ്ട്, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിനകത്ത്, ജീവിതത്തിൻ്റെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ശൂന്യതകൾക്കകത്ത്, ദൈവമേ രഹസ്യ ജീവിതത്തിനകത്ത് കൂട്ടുകാരുടെ മുൻപിൽ, നാട്ടുകാരുടെ മുൻപിൽ, കുടുംബക്കാരുടെ മുൻപിൽ ഒരു മാതൃകയില്ലാതെ ദൈവത്തെ അറിയാൻ അറിഞ്ഞതിന് തത്തുല്യമായ ജീവിത നിലവാരം ജീവിക്കാൻ കഴിയാതെ ഒരു തലമുറ മുന്നോട്ട് പോകുമ്പോൾ സ്നേഹത്തോടെ യോഹന്നാൻ പറയുക, ദൈവത്തെ അറിയുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം. ആമേൻ. ദൈവത്തെ നീ അറിയുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ നീ പ്രമാണിക്കണം. ദൈവസ്നേഹം നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ജീവിതം ദൈവത്തിനു വേണ്ടി മാറ്റിവച്ചു എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ ദൈവത്തിനു വേണ്ടി മാറി നിൽക്കാനിടയാകണം. ഹല്ലേലൂയ. അതിന് ഏറ്റവും പ്രധാനമായൊരു കാര്യം, ദൈവത്തെ നാം അറിയുന്നവരായി മാറണം. അമ്മേ, ദൈവത്തെ നാം അറിയുന്നവരായി മാറണം. ദൈവത്തെ നാം അറിയുന്നവരായി മാറിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തളത്തിൽ വെളിപ്പെടുന്ന പ്രതിസന്ധിയുടെ നടുവിൽ നമുക്ക് വിജയിച്ചു മുന്നേറാൻ കഴിയത്തുള്ളൂ. ഈ പകലൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, എനിക്ക് അങ്ങയൊന്ന് ആഴമായി അറിയണം. ഈ പകൽ ആരുടെ ജീവിതത്തിനകത്ത് അവരറിഞ്ഞിട്ടില്ലാത്തവണ്ണം, എൻ്റെ രഹസ്യ പരസ്യ ജീവിതത്തിനകത്ത്, എൻ്റെ ഈ ക്രിസ്തീയ ജീവിതത്തിന് എനിക്ക് അങ്ങേ അധികമായി ഒന്നറിയണം. എത്ര പേർക്ക് പറയാൻ കഴിയും? കരമുയർത്തി ഒന്ന് ദൈവത്തോട്, ഈ ദൈവ സാന്നിധ്യത്തോടൊന്ന് പറഞ്ഞാട്ടെ, കർത്താവേ, I want to know you more. ഇന്ന് പകൽ അധികമായി എനിക്കൊന്നറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, ആരെയും അറിഞ്ഞില്ലേലും ദൈവത്തെ അറിയാതെ പോകരുത്. ഈ ചെറിയ ജീവിതം വേഗത്തിൽ തീരും, വേഗത്തിൽ അവസാനിക്കും. പക്ഷെ അതിൻ്റെ നടുവിൽ ദൈവത്തെ അറിയുന്നവരായി മാറണം. എങ്ങനെയാ ദൈവത്തെ അറിയുന്നവരായി മാറുന്നത്? വായ് കൊണ്ട് ദൈവത്തെ അറിയാമെന്ന് പറയുന്നവരായിട്ടാണോ? ഏതെങ്കിലും പാട്ടിലൂടെ, ഏതെങ്കിലും പ്രസംഗത്തിലൂടെ എനിക്ക് ദൈവത്തെ അറിയാമെന്ന് മറ്റുള്ളവരോട്, അടുത്തിരിക്കുന്ന വിശ്വാസികളോട്, അടുത്തിരിക്കുന്ന ബന്ധുമിത്രാദികളോട്, കൂടെ ആരാധിക്കുന്നവരോട് ഭാഗ്യമായ പ്രകടനങ്ങളിലൂടെയാണോ? അല്ല പ്രിയരേ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ദൈവമായ ആഴമേറിയ ബന്ധത്തിൽ, ദൈവമായ ആഴമേറിയ സമർപ്പണത്തിൽ, ദൈവിക കൽപ്പനകളെ പ്രമാണിച്ച് എല്ലാം ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെട്ടു വന്നാൽ അതിൻ്റെ മിടവിലും ദൈവമുള്ളവരായി ജീവിപ്പാൻ ഇന്ന് പകൽക്കാലം സമർപ്പണമുള്ളവരുണ്ടെങ്കിൽ കരമുയർത്തി എൻ്റെ ദൈവത്തിന് ആരാധന പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, നാം ദൈവമുള്ളവരായി നിൽക്കണം. ദൈവം നമ്മെ അറിയുന്നവരായി നിൽക്കണം. ഒന്ന് ചിന്തിച്ച്, ഏറ്റവും വലിയ പ്രിവിലേജ് അതല്ലേ? നമുക്ക് ദൈവത്തെ അറിയാം, നമുക്ക് ദൈവത്തെ അറിയാം. ദൈവത്തെ അറിയാവുന്നത് കൊണ്ടാണ് ലോകത്തിൽ ഒത്തിരി മതങ്ങളും ഒത്തിരി ഈസങ്ങളും ഒത്തിരി തത്വസംഹിതകളും ഒത്തിരി കാലത്ത് പിടിച്ചു കുലുക്കുന്ന പലതും പലരെയും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ 11 മണി കഴിയുന്ന സമയത്ത് ഈ പകൽക്കാലം ഇതിനകത്ത് വന്ന് ദൈവത്തെ പാടി സ്തുതിക്കാൻ നമ്മുടെ ഹൃദയത്തിനകത്ത് വാഞ്ച വെളിപ്പെടുന്നത്, നമ്മെ പ്രാഗൽഭ്യമുള്ളതായി മാറ്റിയത് ഈ ദൈവത്തെ നമുക്കറിയാമെന്നുള്ളത് ല്ലേ? ഹല്ലേലൂയ. അവിടം കൊണ്ട് തീരരുത് നമ്മുടെ ജീവിതം, അവിടം കൊണ്ട് അവസാനിക്കരുത് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് ദൈവത്തെ അറിയാവുന്നതിനുപരിയായി ദൈവത്തിന് നമ്മെ അറിയാൻ ഇടയാകണം.
ദൈവത്തിന് നമ്മെ അറിയാനിടയാകണം. എന്താ പ്രത്യേകത? ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ച്, ഈ അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആഴിക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിരിട്ട ദൈവം, ഈ സകലത്തിനെയും സൃഷ്ടിച്ച ദൈവം, കഴിഞ്ഞ ദിവസം ഏകദേശം 6-ലധികം മാസങ്ങൾ ചന്ദ്രനിലായിരുന്നിട്ട് തിരിച്ചു വന്ന സുനിത വില്യംസും തന്റെ കൂടെ ഉണ്ടായിരുന്ന സഹയാത്രികനും പറഞ്ഞു, ഹൗ ബ്യൂട്ടിഫുൾ, എത്ര മനോഹരമാണ് ദൈവത്തിന്റെ സൃഷ്ടി. ഇന്ന് പകൽക്കാല ദൈവത്തിന്റെ സൃഷ്ടിയുടെ വലിപ്പം ഇന്ന് പകൽ നാം തിരിച്ചറിഞ്ഞ്, ഇന്ന് പകൽക്കാല അവിടം കൊണ്ട് തീരരുത്. ഇത്ര മനോഹരമായി ഭൂമിയെ സൃഷ്ടിച്ച, ഇത്ര മനോഹരമായി സൂര്യനെ സൃഷ്ടിച്ച, ഇത്ര മനോഹരമായി ചന്ദ്രനെ സൃഷ്ടിച്ച, ഈ അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ച, എന്തിനേറെ ഈ കടലിന് പഞ്ചസാര മണൽ കൊണ്ട് അവിരിട്ട ആ ദൈവത്തിന് നമ്മെ അറിയാ. ഈ ദൈവത്തിന് ഇന്ന് പകൽക്കാല 5 അടി 5.5 അടി പൊക്കമുള്ള നമ്മെ ഓരോരുത്തരെയും അറിയാമെന്ന് പറയുന്നത്, ഇന്ന് പകൽക്കാലം പുഴുവാണ്, കൃമിയാണ് എന്ന് പറയുന്ന മിന്നെ ആ ദൈവത്തിന് അറിയാമെന്ന് പറയുന്നത് എത്ര വലിയ പ്രിവിലേജാണ്, എത്ര വലിയ ശ്രേഷ്ഠതയാണ്. ഈ പകൽക്കാല നിന്റെ പേർ ഉലകത്തിൽ ആർക്കും അറിയില്ലേല്, നിന്റെ പേരാരും മറന്നുപോയാൽ, നിന്റെ അപ്പൻ മറന്നുപോയാൽ, നിന്റെ അമ്മ മറന്നുപോയാൽ, നിന്റെ കുടുംബക്കാർ മറന്നുപോയാൽ, എന്റെ ദൈവത്തിന് നിന്റെ പേരറിയാ എന്ന് പറയുന്നത് എത്ര മഹത്തരമാണ്. ഹൗ പ്രിവിലേജ് ഇറ്റ് ഈസ്. ഈ പകൽ അകം തിളയ്ക്കുന്നവരുണ്ടെങ്കിൽ എന്റെ ദൈവത്തിന് ആരാധന കൊടുക്കണം, എന്റെ ദൈവത്തിന് സ്തോത്രം കൊടുക്കണം. സ്നേഹിത, ഈ ലോകത്തെമ്പുള്ളതിനേക്കാള് ദൈവത്തിന് നിന്നെ അറിയാമെന്ന് പറയുന്നത്, ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് പറയുന്നത്, ദൈവം നിന്റെ ഭവനത്തിലുണ്ടെന്ന് അറിയുന്നത്, ദൈവം നിന്റെ ഹൃദയത്തിൽ വസിക്കുമോ എന്ന് പറയുന്നത്, അതെത്ര മഹത്തരമാണ്, അതെത്ര ശ്രേഷ്ഠമാണ്, അതെത്ര അചഞ്ചലമാണ്. ഓ ശമനദലഘടക ബരാദകൾ ഖബാരബലഘട ശരാരകൾ ഖമാനദലഘടക അർത്ഥരാരകൾ ഖമാനദലഘടക. നമ്മളെല്ലാം സമൂഹത്തിലോ ലോകത്തിൻ്റെ മുൻപിലോ എന്തെങ്കിലും ശ്രേഷ്ഠന്മാരുണ്ടാണമേ, ശ്രേഷ്ഠന്മാരായുള്ളവർ നമ്മുടെ കുടുംബത്തിലുണ്ടെന്ന് പറയാൻ, നമ്മുടെ സഭയിലുണ്ടെന്ന് പറയാൻ, അവർക്ക് നമ്മെ അറിയാവുന്നതെന്ന് പറയാൻ, അവർ നമ്മുടെ കസിൻസ് ആണെന്ന് പറയാൻ, അവർ നമ്മുടെ കുടുംബക്കാരാണെന്ന് പറയാൻ നമുക്ക് എത്ര അഭിമാനമാണല്ലേ, എത്ര അഭിമാനമാണല്ലേ. അതിനേക്കാൾ എത്രയോ വലുത്, അതിനേക്കാൾ എത്രയോ വലിയ അഭിമാനം ദൈവത്തിന് നമ്മെ അറിയാവുന്നതാണ്. യോഹന്നാൻ പറയുന്നു, എടാ നീ നിന്നെ അറിഞ്ഞാ പോരാ, നീ ദൈവത്തെ അറിഞ്ഞാ പോരാ, അവിടം കൊണ്ട് തീരരുത്. ഗലാത്യ ലേഖനം പറയുന്നു, വിശേഷാൽ നീ ദൈവത്തെ അറിഞ്ഞും ദൈവം നിങ്ങളെ അറിഞ്ഞും ഇരിക്കുന്നു. ഈ പകൽ ദൈവത്തിന് നിന്നെ അറിയാമെങ്കിൽ ഈ പകൽക്കാലം അകം തിളച്ച് എന്റെ ദൈവത്തിന് ആരാധന കൊടുക്കണം. അടുത്തിരിക്കുന്നവർ കൈയടിക്കുന്നത് കൊണ്ടല്ല, ഇവിടെ നിന്ന് ആരാധിക്കുന്ന ദൈവദാസൻ ആരാധിക്കാമെന്ന് പറഞ്ഞത് കൊണ്ടല്ല, എന്റെ പ്രസംഗത്തിന്റെ വാക്ചാതുര്യം കേട്ടല്ല, ദൈവത്തിന് എന്നെ അറിയാ. സാക്ഷാൽ സൃഷ്ടിതാവിന് ഈ പകൽ അവന്റെ സൃഷ്ടിയായ നമ്മെ ഈ പകൽക്കാലം അറിയാമെന്ന തിരിച്ചറിവ് ഈ പകൽക്കാലം ഇതിനകത്ത് ഭരിക്കുന്നുണ്ടെങ്കിൽ ഈ പകൽ ആ ദൈവത്തെ കരമടിച്ച് വായ്കളെ തുറമ എന്റെ ദൈവത്തിന് ആരാധന കൊടുത്താട്ട്. ശബരബരിഖമന ശീരബലം തുരവൈഡബരം ധര വൈശബരം ധര വൈഡബരം ദ ശരധാര ധാര ധാര ശരധാര ധാര 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 ശരമന ധാര ദഗാര ബാരബ ശര. ഈ പകൽ ആ ദൈവത്തെ അധികമായി അറിയണം, ആ ദൈവത്തെ അധികമായി അറിയണം. എങ്കിൽ ആ ദൈവം നിന്നെ അധികമായി അറിയും. നിന്നെ ദൈവം അറിഞ്ഞാൽ നിന്റെ ഇന്നത്തെ സാഹചര്യം മാറും. ദൈവം നിന്നെ അറിഞ്ഞാൽ ഇന്നത്തെ നിന്റെ സിറ്റുവേഷൻ മാറും.
ഇന്ന് ദൈവം നിന്നെ അറിഞ്ഞ നിന്റെ കുടുംബത്തിൻ്റെ സ്ഥിതി മാറും, നിന്റെ തലമുറയുടെ ഭാവിയുടെ അവസ്ഥ മാറും, നിന്റെ കൂടാരത്തിൻ്റെ ശൂന്യത മാറും, നിന്റെ ശരീരത്തിനകത്ത് നീ വഹിക്കുന്ന രോഗം ഈ പകൽക്കാമേ നിന്നെ വിട്ട് ഓടി മാറും. കാരണം ദൈവത്തിന് നിന്നെ അറിയാം, ദൈവത്തിന് നിന്നെ അറിയാം. ഈ പകൽ ഞാൻ കൊതിക്കുന്നു, ആരൊക്കെ ദൈവത്തോട് അധികമായി 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 ദൈവിക ബന്ധത്തിനകത്ത് കയറി നിൽക്കട്ടെ, ദൈവിക ബന്ധത്തിനകത്ത് കയറി നിൽക്കട്ടെ. പ്രാകാരത്തിനകത്ത് ഒതുങ്ങുന്ന ഒരു ക്രിസ്തീയ ജീവിതമല്ല, പരിശുദ്ധ സ്ഥലത്തൊതുങ്ങുന്ന ഒരു ക്രിസ്തീയ ജീവിതമല്ല, അതിപരിശുദ്ധ സ്ഥലത്ത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ ശക്തിയന ഇറങ്ങുന്ന അതിപരിശുദ്ധ സ്ഥലത്ത് കയറി ചെല്ലാൻ കഴിയുന്ന ഒരാത്മീക ജീവിതത്തിലേക്ക്, ഒരാത്മീക അനുഭവത്തിലേക്ക് ഈ പകൽ ദൈവസഭ ലിഫ്റ്റ് ആകട്ടെ. വിശ്വസിക്കാമെങ്കിൽ കരമടിച്ച് വായ്കളെ തുറമ എന്റെ ദൈവത്തിന് ആരാധന കൊടുക്ക. ഈ പകൽ ഈ പ്രസംഗം എല്ലാവർക്കും ദഹിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, എങ്കിലും ഇതിനകത്ത് വാഞ്ചയോട് ദൈവത്തിന് ആവശ്യമുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഈ പകൽ ഈ ലൈവിൽ കേൾക്കുന്നുണ്ട്, അവരുടെ ഹൃദയത്തിനകത്ത് ഈ വചന ക്രിയതയിട്ട് ഈ പകൽക്കാലം ഈ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ ദേശത്തിനകത്ത് പട്ടണങ്ങൾക്കപ്പുറം രാജ്യങ്ങൾക്കപ്പുറം ഈ ഹോളിനപ്പുറം ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ മഹത്വം വഹിക്കുന്ന ചില ഇതിനകത്തും എഴുന്നേറ്റ് വരട്ടെ. ഈ പകൽ പറ, ഐ വാണ്ട് ടു നോ യു മോർ. ഈ പകൽ എനിക്ക് അധികമായി അങ്ങയും അറിയണം, അങ്ങയും അറിയണം, എനിക്ക് അങ്ങയും അറിയണം. അങ്ങുള്ളവനായി ജീവിക്കണം, അങ്ങുള്ളവനായി ജീവിക്കണം, അങ്ങുള്ളവനായി കോളേജിൽ, സ്കൂളിൽ, വിദ്യാഭ്യാസ മേഖലകളിൽ, എൻ്റെ ഓഫീസിൽ, എൻ്റെ ഉപജീവന മേഖലകളിൽ, എൻ്റെ ഏത് സമസ്ത മേഖലകളിൽ എനിക്ക് അങ്ങുള്ളവനാ, അങ്ങേ അറിയുമവനാ. പ്രിയരെ, നിങ്ങൾ ചോദിക്കും, ദൈവത്തിന് എല്ലാവരും അറിയില്ലേ? അവൻ സകലതും അറിയുമവയുമല്ലേ? ആണ് പ്രിയരെ, ദൈവത്തിൻ്റെ അറിവിൻ്റെ രണ്ട് പ്രത്യേകത കൊണ്ട് അവൻ എല്ലാവരെയും അറിയുന്നുണ്ട്. ഹലോ, എല്ലാവരെയും അറിയുന്നുണ്ട്. അവന് മക്കളുമുണ്ട്, പ്രിയ മക്കളുമുണ്ട്. ഹല്ലേലൂയ. അവന് മക്കളുമുണ്ട്, പ്രിയ മക്കളുമുണ്ട്. അവൻ എല്ലാവരെയും അറിയുന്നുണ്ട്. ഏതു മതത്തിൽപ്പെട്ടവനെ, ഏത് ജാതിയിൽപ്പെട്ടവനെ, ഏതു വർഗത്തിൽപ്പെട്ടവനെ, ഏതു വർണ്ണത്തിൽപ്പെട്ടവനെ, ഏതു ഭാഷക്കാരനെ ദൈവം അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പകൽക്കാലം അവൻ ദൈവമക്കൾക്ക് വേണ്ടി മാത്രമല്ല മഴ പൊഴിക്കുന്നത്, മഞ്ഞ് പൊഴിക്കുന്നത്. അവനാമേ ഭൂമിക്കകത്ത് ചെയ്യുന്നതല്ല എല്ലാവർക്കും കൂടെ വേണ്ടിയാണ്. പക്ഷേ ചില പ്രയോറിറ്റികൾ, ചില പ്രിവിലേജുകൾ ചിലർക്ക് വേണ്ടി മാത്രം ദൈവം വച്ചിട്ടുണ്ട്. എന്താ അവരുടെ പ്രത്യേകത? ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവർ, ദൈവത്തെ വ്യവസ്ഥയോടെ ആരാധിക്കുന്നവർ, മറ്റെന്തിനേക്കാളും ദൈവം വലുതെന്ന് പറയുന്നവർ, ആ തലമുറയ്ക്ക് ദൈവം അധികമായി 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 ആമേ ദൈവത്തിന്റെ സംരക്ഷണം, ദൈവത്തിന്റെ വേലി, ദൈവത്തിന്റെ കവറി, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഈ പകലും വെളിപ്പെടും. അതുകൊണ്ടാണ് ഇന്ന് പകൽ ഈ തൊണ്ടകീറി പ്രസംഗിക്കുന്നത് നീ ദൈവത്തെ അധികമായി അറിയണം. സത്യദൈവം ആരംഭം അർത്ഥമാന ധൂരബാല ഘടകബാല വശവാര സാരമാന ധൂരധാര ധാര ഘടക പരേമനാഥ രാമനാഥ രീഖമാന ശരാദലഖമാന. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ ദൃഷ്ടിയിൽ ദൈവത്തിന് എല്ലാവരെയും അറിയാമെങ്കിലും വചനത്തിൻ്റെ വ്യവസ്ഥയിൽ ദൈവം പലരെയും അറിയുന്നില്ല. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? ദൈവം പലരെയും അറിയുന്നില്ല. ഈ പകൽ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് കാണും. ഹലോ, ഇന്ന സഹോദരൻ, ഇന്ന സഹോദരി, ഇന്ന കുഞ്ഞ്, ഇതെല്ലാം ഞങ്ങളുടെ ലിസ്റ്റിലുണ്ട്. പക്ഷെ അതല്ല വ്യവസ്ഥ, അതല്ല ഇവിടുത്തെ ചോദ്യം. ദൈവത്തിൻ്റെ ലിസ്റ്റിൽ നിന്റെ കുടുംബത്തിൻ്റെ പേരുണ്ടോ?
ദൈവത്തിൻ്റെ ലിസ്റ്റിൽ നീ ഉണ്ടോ? ദൈവത്തിന് നിന്നെ അറിയാമോ? നിനക്ക് ദൈവത്തെ അറിയാമെന്ന് നീ ഭാഗ്യമായി പ്രകടനങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ചോദ്യം, ദൈവത്തിന് നിന്നെ അറിയാമോ? നീ ഇപ്പോഴും ന്യായപ്രമാണത്തിന് കീഴിലാണോ? ആമേ. റോമാലേഖനത്തിന്റെ വ്യവസ്ഥയിൽ പറഞ്ഞു, നീ ഇപ്പോഴും ന്യായപ്രമാണത്തിന്റെ കീഴിലാണോ? ലോകത്തിന്റെ ചട്ടക്കൂടിനകത്താണോ? ഇന്ന് പകൽക്കാല ക്രിസ്തു ചങ്കിലെ ചോര കൊടുത്തു വിലയ്ക്ക് വാങ്ങി തുറന്നിട്ടൊരു പുതിയ നിയമമുണ്ട്, ഒരു പുതിയ അധ്യായമുണ്ട്. അതിലേക്ക് ദൈവം നിന്നെ സ്വാഗതം ചെയ്യുകയാണ്. അവിടെയാണ് ദൈവത്തെ ആഴമായി അറിയാൻ കഴിയുന്നത്. അവിടെയാണ് ദൈവത്തെ അധികമായി അറിയാൻ കഴിയുമവ. അവിടെയാണ് ദൈവത്തിന്റെ മഹത്വം അധികമായി അനുഭവിക്കാൻ കഴിയുമവ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കോരേഹ് പുത്രന്മാർ പറഞ്ഞു, സൈന്യങ്ങളുടെ യഹോവേ, ഹലോ, തിരുനിവാസം ആമേ എവിടെയാ? യാഗപീഠത്തിന്റെ കൊമ്പിൽ പിടിച്ചുകൊണ്ടാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിപരിശുദ്ധ സ്ഥലത്ത് കയറാൻ പ്രമാണമില്ല. ഇവിടെ കിടന്ന് നിലവിളിക്കുക, ഹലോ ദൈവമേ, നിന്റെ പരിശുദ്ധ സ്ഥലം എത്ര മനോഹരം. ശമൂവേലിനെ ആലയത്തിൽ കൊണ്ട് അമ്മ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാക്കുമ്പോൾ ശമൂവേലിനോട് പറഞ്ഞു, ശമൂവേലേ, ആലയത്തിൻ്റെ വിളക്ക് അണയുന്നതിന് മുമ്പ് നീ പെട്ടകത്തോട് ചേർന്ന് നീ കിടക്കണം. എന്ന് പറഞ്ഞാൽ പെട്ടകത്തോട് ചേർന്ന് കിടക്കാൻ പറഞ്ഞാൽ അവൻ അതിപരിശുദ്ധ സ്ഥലത്ത് പോകാൻ പ്രമാണമില്ല. വചനം പറയുന്നു, ശമൂവേൽ കിടന്നത് പരിശുദ്ധ സ്ഥലത്തിൽ ആ തിരശീലയുടെ മുൻപിൽ തിരശീലയോട് ചേർന്ന് കിടന്നു. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതന് മാത്രം പ്രവേശനമുള്ള, ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്ന, ദൈവമഹത്വം ഇറങ്ങുന്ന അതിപരിശുദ്ധ സ്ഥലത്ത് വർഷത്തിലൊരിക്കൽ മാത്രം പ്രവേശനമുള്ള, മഹാപുരോഹിതന് മാത്രം പോകാൻ കഴിയുന്ന ആ വാതിലിൻ്റെ ആ തിരശീലയുടെ മുൻപിൽ ഒരു ഭക്തൻ മഹത്വം കാണാൻ കഴിയാതെ വണ്ണം ഇന്നല്ലെങ്കിൽ നാളെ ആ മഹത്വത്തെ അധികമായി അനുഭവിക്കാൻ കഴിയുമെന്ന് കരുതി ഒരു തലമുറ, ഒരു യൗവനകാലം മുഴുവന്, ഒരു യൗവനക്കാര് ബാല്യം മുതൽ ആ സാന്നിധ്യം കാണാൻ കൊതിച്ച് ആമേൻ ആ തിരശീലയുടെ മുൻപിൽ കിടക്കുമ്പോ ഇന്ന് പകൽക്കാലം ആ തിരശീലയെ ആമേ മേൽ തൊട്ട് ആമേ പാദം വരെ വലിച്ചു കീറി ഇന്ന് പകൽ നമുക്ക് വേണ്ടി അപ്പാ പിതാവേ എന്ന് വിളിച്ച് ആമേ എന്ന് കൃപാസനത്തോളം അടുത്തു ചെല്ല പുത്രത്വത്തിന്റെ അവകാശം നമ്മെ വിലക്ക് വാങ്ങി ആ തേജസ്സിന്റെ മഹത്വം അനുഭവിപ്പ, ആ തേജസ്സിന്റെ രൂപി നമ്മുടെ ഹൃദയത്തിനകത്ത് വസിപ്പ ഇടവരുത്തിയ ഒരു കാൽവറി മരണമുണ്ട്. ആ കാൽവറി മരണത്തിൽ നമുക്ക് വേണ്ടി വെളിപ്പെട്ട ദൈവത്തിന്റെ മഹത്വത്തിന്റെ ആഴം ഇന്ന് പകൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ ഈ പകൽ അടങ്ങിയിരിക്കാൻ കഴിയില്ല. ഈ പകൽ നിനക്ക് സ്തുതിക്കാതിരിക്കാൻ കഴിയില്ല. ഈ പകൽ ദൈവത്തെ മറന്നു നിനക്ക് ജീവിക്കാൻ കഴിയില്ല. പ്രിയരെ, നിസ്സാരമെന്ന് നീ കരുതരുത്, നിസ്സാരമെന്ന് നീ കരുതരുത്. ദൈവത്തെ നീ അറിഞ്ഞില്ലെങ്കിൽ, നിന്നെ ദൈവം അറിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രതികൂലത്തിൻ്റെ കാലങ്ങൾ വരും, പ്രതിസന്ധിയുടെ നാളുകൾ വരും. കൂടാരത്തിന് മേലെ ഇന്നലെ വെളിപ്പെട്ടതിനേക്കാൾ ഇന്ന് വലിയ പ്രതിസന്ധികൾ വരും. ജീവിതത്തിന് മേലെ ഇന്നലെ വെളിപ്പെട്ടതിനേക്കാൾ വലിയ പ്രതികൂലത്തിന്റെ കാറ്റുകൾ വെളിപ്പെട്ടു വരും. അതിൻ്റെ മടിവിൽ തകരാതെ നിൽക്കണമെങ്കിൽ ദൈവത്തിന് നിന്നെ അറിയാനിടയാകണം. ദൈവം നിന്നെ അറിയാനിടയാകണം. ജീവിതത്തിന്റെ മുൻപിൽ മരണമല്ലാതെ വേറൊന്നും മുൻപിലില്ലാത്ത രാത്രികൾ വെളിപ്പെട്ടു വരും. അവിടെയൊന്ന് ഇന്ന് പകൽക്കാലം നല്ല വസ്ത്രം ധരിച്ച് നന്നായി വന്നിരിക്കുന്ന പോലെയൊന്ന് നിൽക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരും. അന്ന് തകർന്നു പോകാൻ
ആത്മാവിരിക്കണമെങ്കിൽ ദൈവം നിന്നെ അറിയണം, ദൈവം നിന്നെ അറിയണം. ദൈവം നിന്നെ അറിയണം. ഇല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം കാറ്റിൽ വാടി ഉലയുന്നത് പോലെ നിന്റെ ജീവിതം തകർന്നു പോകും, നിന്റെ കുടുംബം തകർന്നു പോകും, നിന്റെ തലമുറകൾ നശിച്ചു പോകും, നിന്റെ കണ്ണിന്റെ മുൻപിൽ എല്ലാം ഉടഞ്ഞു വീഴും. പ്രിയരേ, നമ്മൾ ദൈവത്തെ അറിയേണ്ടവണ്ണം അറിഞ്ഞില്ലെങ്കിൽ, ദൈവം നമ്മെ അറിയേണ്ടവണ്ണം അറിഞ്ഞില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന പ്രതികൂലമല്ല, ഇന്ന് അനുഭവിക്കുന്ന ശോധനയല്ല. ചിന്തിക്കരുത്, ചിന്തിക്കരുത്, ചിന്തിക്കരുത്. ദൈവത്തെ അറിയാതെ അധികകാലം ഓടാമെന്ന്, ദൈവത്തിനെതിരെ നിന്നിട്ട് അധികകാലം ഓടാമെന്ന്, പ്രാർത്ഥന മറന്നിട്ട് അധികകാലം ഓടാമെന്ന്, സഭ മറന്നിട്ട് അധികകാലം ഓടാമെന്ന്, ദൈവദാസന്മാരെതിരെ നിന്നിട്ട് അധികകാലം ഓടാമെന്ന്, ദൈവിക കൽപ്പനയ്ക്കെതിരെ നിന്നിട്ട് അധികകാലം ഓടാമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങൾ വലുതാ, പ്രതിസന്ധികൾ വലുതാ. അതിനു മുമ്പ് ദൈവത്തെ അറിഞ്ഞോണ്, ദൈവത്തെ അറിഞ്ഞോണ്, ദൈവത്തെ അറിയേണ്ടവണ്ണം അറിഞ്ഞിട്ടോണ്. ഇല്ലെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ന്യായവിധിയുടെ വാ നിന്റെ കൂടാരത്തിന്റെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രതികൂലത്തിന്റെ വാ നിന്റെ കൂടാരത്തിന്റെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞ് ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയാത്ത ദൈവത്തിന്റെ പ്രവൃത്തിയുടെ വാ, ദൈവത്തിന്റെ ശോഭനയുടെ വാ നിന്റെ കൂടാരത്തിന്റെ മേൽ വെളിപ്പെട്ട് കഴിഞ്ഞ എല്ലാവരെയും ചിന്ത ഇങ്ങനെയൊക്കെ അങ്ങ് പോവും, ഇങ്ങനെയൊക്കെ അങ്ങ് പ്രാർത്ഥിച്ചങ്ങ് പോവും, ഇങ്ങനെയൊക്കെ ആരാധിച്ചങ്ങ് പോകും, ഇങ്ങനെയൊക്കെ അങ്ങ് സ്തുതിച്ചങ്ങ് പോകും, ഇങ്ങനെയൊക്കെ ദൈവത്തെ ആമെ മഹത്വപ്പെടുത്തി അങ്ങ് പോകും. ഇല്ല പ്രിയരെ, ദൈവത്തെ അറിയാതെ അധികകാലം നിൽക്കാൻ കഴിയില്ല. ദൈവത്തെ അറിയാതെ അധികകാലം നിൽക്കാൻ കഴിയില്ല. ഹലോ, നിന്റെ അപ്പൻ്റെ കെയർ ഓഫിൽ അധികകാലം നിൽക്കാൻ കഴിയില്ല, നിന്റെ അമ്മയുടെ കെയർ ഓഫിൽ അധികകാലം നിൽക്കാൻ കഴിയില്ല, ആരുടെ പ്രാർത്ഥനയുടെ കെയർ ഓഫിൽ അധികകാലം നിൽക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ഈ വചനം വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് വന്നൊരു ചിന്തയുണ്ട്. ദൈവത്തെ അറിയാതെ ദൈവത്തെ അറിയാതെ എത്ര കാലം ഓടും? ഹലോ, ദൈവത്തെ അറിയാതെ നമ്മൾ എത്ര കാലം ഓടും? ഹലോ, പള്ളി വന്നിട്ട് കാര്യമില്ല, കൈ കൊട്ടിയിട്ട് കാര്യമില്ല, ആമേ സ്തോത്ര കാഴ്ച കൊടുത്തത് കാര്യമില്ല, അതെല്ലാം വേണം, അതൊന്നും വേണ്ടമല്ല. അതിനേക്കാളുപരി നീ ദൈവത്തെ അറിയുന്നവനായി മാറണം, സത്യദൈവം ആരെന്ന് മനസ്സിലാക്കുന്നവരായി മാറണം. നിന്നെ രക്ഷിക്കാൻ കഴിയും ഒരേ ഒരു ദൈവം ഉള്ളൂ എന്ന് അറിഞ്ഞ ദൈവത്തിന് വേണ്ടി ജീവിപ്പാൻ ജീവിതം മാറ്റിവെക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇല്ലെങ്കിൽ പ്രതികൂലത്തിൻ്റെ കാറ്റ് വരുമ്പോൾ നാം തകർന്നു പോകും, നമ്മുടെ കുടുംബം തകർന്നു പോകണം. അതിന് ഒറ്റ മറുപടിയേ ഉള്ളൂ. ഈ പകൽ ദൈവത്തോട് പറയണം, കർത്താവേ, എനിക്ക് അങ്ങയൊന്ന് അറിയണം, അങ്ങയൊന്ന് അറിയണം. അറിയാനുള്ള വ്യവസ്ഥയാണ് നമ്മൾ വായിച്ചേ. നീ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നെങ്കിൽ നീ ഇങ്ങനെ ജീവിക്കില്ല, നീ ഇങ്ങനെ നടക്കില്ല, നീ ഇങ്ങനെ പോകില്ല, നീ ഇങ്ങനെ സംസാരിക്കില്ല. നിന്റെ ജീവിതം മാറും, നിന്റെ ശൈലി മാറും, നിന്റെ കൂട്ടുകെട്ട് മാറും, നിന്റെ കുടുംബത്തിൻ്റെ സ്ഥിതി മാറും. ഇങ്ങനെ നീ വരത്തില്ല, ഇങ്ങനെ ആലയത്തിൽ നീ വരില്ല, ഇങ്ങനെ നീ പാടില്ല, ഇങ്ങനെയല്ല നീ ദൈവത്തെ സ്തുതിക്കേണ്ടത്, ഇങ്ങനെയല്ല നീ കൈയടിക്കേണ്ടത്, ഇങ്ങനെയല്ല ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ പറയാ നമ്മൾ ദൈവത്തിന്റെ അടുക്കല. നോ നോ നോ, ദൈവത്തിന് നിന്നെ അറിയില്ല കുഞ്ഞേ, ദൈവത്തിന് നിന്റെ പേര് പോലും അറിയില്ല. ദൈവം അറിഞ്ഞില്ലെങ്കിലുള്ള പ്രതികൂലം കാക്കണോ? പ്രതിസന്ധി വീട്ടിനകത്ത് വെളിപ്പെടുമ്പോൾ നമ്മൾ തകർന്നു പോകും, തകർന്നു പോകും. ഒരുപക്ഷെ ഈ പ്രസംഗം പ്രസംഗിക്കുന്ന എന്നെ മറന്നാലും ഈ പ്രസംഗം മറക്കരുത്, നീ തകർന്നു പോകും. ഒരിക്കൽ ശദ്രക്ക് മേശക്ക് അബേദ്നേഗോ പിടിക്കുക, എവിടെ ഇടാൻ? എവിടെ ഇടാൻ? തീക്കകത്തിടാൻ. അപ്പോൾ തീക്കകത്തിടുന്നതിന് മുമ്പ് അവിടെയുള്ള ഒഫീഷ്യൽസ് ഭരണാധികാരിയോട് പറയുക, ഇവന്റെ ദൈവത്തിൻ്റെ പ്രത്യേകത തീയുടെ ബലം കെടുത്തുന്നവനാണ്.
അപ്പോ രാജാവും ഒഫീഷ്യൽസും കൂടെ ചെയ്തത് കേൾക്കണോ? തീയുടെ ബലം 7 ഇരട്ടി എന്ത് ചെയ്തു? 7 ഇരട്ടി വർദ്ധിപ്പിച്ചു. ഈ മൂവരെയും കൊണ്ടുപോയവർ, ഹലോ, ഈ മൂവരെയും കൊണ്ടുപോയവർ ഇവർക്ക് നന്നായി അറിയാം, ഇവർക്ക് നന്നായി അറിയാം ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം സാക്ഷാൽ യാഹ്വേയായവനാണെന്ന്, സാക്ഷാൽ യഹോവയായ ദൈവമാണെന്ന്. അവർ വേർതിരിക്കപ്പെട്ടവരാണെന്ന് അവർക്ക് നന്നായി അറിയാം. പക്ഷെ കേട്ടോ, അവരെ ദൈവത്തിന് അറിയില്ലായിരുന്നു. ആമേൻ. അവരെ ദൈവത്തിന് അറിയില്ലായിരുന്നു. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനെ തീച്ചൂളയിലേക്ക് എറിഞ്ഞവരെ ദൈവത്തിന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ദൈവം അറിയാത്തവരെ തീ ദഹിപ്പിച്ചു കളഞ്ഞു. ദൈവം അറിയുന്നവർ തീക്കകത്തൂടെ നടന്നു. ഇന്ന് പകൽ മനസ്സിലായവരുണ്ടോ? ഇന്ന് പകൽ നിന്റെ ജീവിതം നിലനിൽക്കണമെങ്കിൽ, നിന്റെ ഭാവി ശാശ്വതമാകണമെങ്കിൽ, നിന്റെ ശുശ്രൂഷ ശാശ്വതമാകണമെങ്കിൽ, God wants to know you. ഈ പകൽ ദൈവത്തിന് നിന്നെ അറിയണം. ശരമന ധരധരകൾ ശരമന ധുരവന ഘടകഭാര ശരധാരധാര അർത്ഥമാന ധൂരവക്ഷ വേഗമാന. പിടികിട്ടിയവരുണ്ടെങ്കിൽ ഈ പകൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങ്. ദൈവത്തെ അറിയാമേ, ദൈവത്തിനറിയാത്തവർ തീയിൽ വെന്തുപോയപ്പോൾ ദൈവം അറിയുന്ന 3 ഭക്തന്മാർ അവരുടെ മടിവിൽ 4ാമനായി എന്റെ ദൈവം ഇറങ്ങിയെങ്കിൽ, ഈ പകൽ ദൈവം അറിയുന്നവരുണ്ടോ? ഈ പകൽ നിന്റെ മടിവിൽ, നിന്റെ പ്രതിസന്ധിയുടെ മടിവിൽ, നിന്റെ ഏകാന്തതയുടെ മടിവിൽ, നിന്റെ ഒറ്റ വലിയൊരു ദൈവശക്തി, വലിയൊരു ദൈവശക്തി. കുഞ്ഞെ ഭയപ്പെടണ്ട, ആകുലപ്പെടണ്ട. തീ എത്ര വർദ്ധിച്ചോട്ടെ, 1 അല്ല 7 ഇരട്ടി വർദ്ധിച്ചോട്ടെ, നിന്നെ ദൈവത്തിനറിയാമെങ്കിൽ ഇറങ്ങേണ്ട സമയത്ത് അവൻ ഇറങ്ങിയിരിക്കും. ഇന്നു പകൽ ആരുടെയൊക്കെ ശിരസിൽ കരം വെച്ച് ആത്മാവ് വ്യക്തമായി ഇടപെടുകയോ, ആരാ പറഞ്ഞു നിന്റെ കണ്ണിന്റെ മുൻപിൽ വെളിപ്പെട്ട പ്രതിസന്ധികളെ കണ്ട് ഭയം ഇരിക്കുന്ന ആരോടൊക്കെ ദൈവം ഇടപെടുക. കുഞ്ഞേ, നിന്നെ എനിക്കറിയാമെങ്കിൽ, നിനക്കെന്നെ അറിയാമെങ്കിൽ, ഈ പകൽ ഒരു തീച്ചൂളയോ നിന്നെ ദഹിപ്പിക്കത്തില്ല, ഒരു പെരുവെള്ളവോ നിന്നെ മുക്കി കളയില്ല, ഒരു തീച്ചൂളയോ നിന്നെ ദഹിപ്പിച്ചു കളയില്ല, ഒരു സിംഹമോ നിന്നെ വിഴുങ്ങി കളയില്ല. അതിന്റെ മടിവിൽ ഞാൻ ഇറങ്ങും, ഞാൻ ഇറങ്ങും. ദൈവത്തിന് വേണമെന്നുള്ള ചില വിപിനകത്തിരിപ്പുണ്ട്. ദൈവത്തിനറിയാവുന്ന ചില വിപിനകത്തിരിപ്പുണ്ട്. ദൈവ വേണമെന്ന്, ദൈവ സാന്നിധ്യം വേണമെന്ന് കൊതിക്കും ചില വിപിനകത്തിരിപ്പുണ്ട്. ഈ പകൽ രോഗികൾ സൗഖ്യമാകട്ടെ, ഈ പകൽ രോഗികൾ സൗഖ്യമാകട്ടെ, ഈ പകൽ ഭൂതങ്ങൾ പുറത്തുമാകട്ടെ. കൃപ 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 കൃപ. കഴിയുമെങ്കിൽ പിടിക്കുക. ദൈവത്തോട് തീരുമാനമുയരട്ടെ, തീരുമാനമുയരട്ടെ. പ്രകടനങ്ങളല്ല, മുഖം മൂടികളല്ല, കപട വ്യക്തികളല്ല. ഈ പകലാഴമേറിയ ദൈവിക പെമ്പ പ്രിയരെ,
ദൈവത്തിന് നിന്നെ അറിയണം, നീ ദൈവത്തെ അറിയണം. എങ്കിൽ മാത്രമേ നിന്റെ മുൻപിൽ വെളിപ്പെടുന്ന തീച്ചൂളയ്ക്കകത്ത് അവൻ നാലാമനായി ഇറങ്ങത്തുള്ളൂ. ഒരുപക്ഷെ പാസ്റ്റർ, എൻ്റെ മുൻപിൽ വന്ന ആക്സിഡൻറ്റിൻ്റെ മുൻപിൽ, എൻ്റെ മുൻപിൽ വന്ന രോഗത്തിൻ്റെ മുൻപിൽ, എൻ്റെ മുൻപിൽ വന്ന ഓപ്പറേഷൻ്റെ മുൻപിൽ കാണാത്തൊരു കരം എനിക്ക് വേണ്ടി ദൈവം ഇറങ്ങി. സത്യമായിരിക്കാം, ഇമ്മല ഇറങ്ങിയിരിക്കാം, പക്ഷെ ഇമ്മിൻ്റെ അവസ്ഥ എന്താണ്? ഇമ്മല ഇറങ്ങിയിരിക്കാം, ഇമ്മിൻ്റെ അവസ്ഥ എന്താണ്? ശിംശോനെ, ഇന്നലെ വാലുകൾ കൂട്ടിക്കെട്ടി പന്തം വച്ചു വിട്ടപ്പോ പാളയത്തിനകത്തും മുഴുവനും തീ പടർത്താൻ ദൈവം നിന്റെ കൂടെ നിന്നേക്കാം. കഴുതയുടെ പച്ചത്താടിയെടുത്ത് കയ്യിൽ മുറുകെ പിടിച്ചിട്ട് കുന്ന് രണ്ടമ്മ കൊന്നിടാൻ നേരത്ത് ദൈവത്തിന് നിന്നെ അറിയാമായിരുന്നു. ശിംശോനെ, നിന്നെ ദൈവത്തിന് അറിയാമായിരുന്നു. But now, ഇപ്പോൾ ബലീലയുടെ മടിയിൽ നീ കിടമുറങ്ങി, ലോകത്തിന്റെ ജഡത്തിന്റെ മോഹത്തിനനുസരിച്ച് നീ വീണപ്പോൾ നിന്റെ കണ്ണു കുത്തി പുറത്തിട്ടപ്പോഴും ദൈവം ചലിച്ചില്ലല്ലോ. ദൈവം ഒരു സൂചന പോലും കൊടുത്തില്ലല്ലോ. ഇന്നലെ വരെ ദൈവം പ്രവർത്തി വെളിപ്പെട്ട ദൈവ പ്രവർത്തിയായിരുന്നെങ്കിൽ നിന്റെ തലയിലെ രോമം വീഴുന്നതിന് മുമ്പ്, പിടികിട്ടുന്നുണ്ടോ? നിന്റെ തലയിലെ രോമം നിലത്ത് വീഴുന്നതിന് മുമ്പ് ദൈവം പ്രവർത്തിച്ചേനെ. Why now? എന്തുകൊണ്ടിപ്പോ ഫെലിസ്ത്യരുടെ ഭീതി സ്വപ്നമായ ശിംശോൻ, ഫെലിസ്ത്യ പാളയങ്ങൾ ശിംശോൻ, സാംസൺ എന്ന പേര് കേട്ടാൽ വിറയ്ക്കും. എന്തുകൊണ്ടിപ്പോൾ ശിംശോന്റെ പേര് കണ്ടിട്ട് വിറയ്ക്കുന്നില്ല, ശിംശോന്റെ പേര് പറഞ്ഞിട്ട് വിറയ്ക്കുന്നില്ല. അവന്റെ കൈയും കാലും കെട്ടി ഒതുക്കിയിട്ടും സങ്കടം ഞാൻ പറയട്ടെ, കൈ കെട്ടി കാല് കെട്ടി, എന്നിട്ടും മനസ്സിലായില്ല ദൈവസാന്നിധ്യം ഇല്ലെന്ന്. അങ്ങനെയും ചിലത് ഇതിനകത്ത് ഇരിപ്പുണ്ട. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? വീട്ടിനകത്ത് പ്രതിസന്ധിയ, പ്രതികൂല, മരണമല്ലാതെ രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. അതിനകത്തും മാനസാന്തരപ്പെടാൻ ഒരു മനസ്സുമില്ല, മടങ്ങി വരാൻ ഒരു പദ്ധതിയില്ല. ഇന്ന് പകൽ കേട്ടോ, കൈ കെട്ടിയപ്പോഴും കാല് കെട്ടിയപ്പോഴും ശിംശോൻ അറിഞ്ഞില്ല കൃപ പോയത്, ശിംശോൻ അറിഞ്ഞില്ല ദൈവം മറന്നത്. ദൈവത്തെ മറക്കുന്നവരെ ഓർത്തുകൊള്ളുവിൻ, ഞാൻ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകില്ല. ദൈവം മറന്നാൽ അവൻ എവിടെ എഴുതി വയ്ക്കും? അവൻ മണ്ണിൽ എഴുതി വയ്ക്കും. ദൈവം മറന്നാൽ നിന്റെ പേരിന്റെ സ്ഥാനം മണ്ണിലാ. ദൈവം മറന്നാൽ നിന്റെ പേര് മണ്ണിലാ. ദൈവം നിന്നെ ഓർത്താൽ നിന്റെ പേര് വിണ്ണിലാ. ദൈവം നിന്നെ ഓർത്താൽ, ദൈവത്തിന് നിന്നെ അറിയാമെങ്കിൽ സ്നേഹിത, ദൈവത്തിന് നിന്നെ അറിയാമെങ്കിൽ നിന്റെ പേർ ജീവന്റെ പുസ്തകത്തില്. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ എങ്ങനെയും ജീവിച്ചിട്ട്, എവിടെയും പോയിട്ട്, എവിടെയും താടിയിട്ട്, എവിടെയും ഓടിയിട്ട്, എവിടെയും തുള്ളിയിട്ട് വമ്മിരുന്ന് തുള്ളാനുള്ള ഇടമല്ല ഇത്. തുള്ളാനുള്ള ഇടമല്ല ഇത്.
തുള്ളിയതെല്ലാം വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. ഇന്ന് പകൽ സ്നേഹത്തോടെ ഭയത്തോടെ ഞാൻ ആത്മമറവിൽ പറയാ, ഈ പകൽ നമുക്ക് ദൈവത്തോടൊന്ന് മടങ്ങിപ്പോകാ, ദൈവത്തെ അറിയേണ്ട വണ്ണമെന്നറിയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ശിംശോന്റെ കണ്ണ് കുത്തി അമ്മയെ പുറത്തെടുത്തപ്പോഴും ശിംശോൻ അറിഞ്ഞില്ല. ശിംശോൻ അറിഞ്ഞില്ല. ഈ പ്രസംഗം കേൾക്കുമ്പോൾ ആത്മീക ഉറക്കത്തിൽ കിടക്കുന്ന ശിംശോന്മാരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പഴയ കൈയടി ഇന്നില്ല. നീ അടുത്തിരിക്കുന്നവരെ ഒന്നും നോക്കണ്ട, നീ നിന്നോട് തന്നെ ചോദിക്ക. പഴയ കൈയടിയില്ല, പഴയ പാട്ടില്ല, പഴയ ആരാധനയില്ല, പഴയ ദൈവത്തോടുള്ള സമർപ്പണമില്ല, വീട്ടിനകത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല, തലമുറകളെ ഉപദേശിക്കുന്നില്ല, തലമുറകളെ നേർവഴിക്ക് നടത്തുന്നില്ല, ദൈവവുമായി ഒരു ബന്ധവുമില്ല. എങ്ങനെയും പോകുന്നു, എല്ലാവരും പോകുന്നത് പോലെ പോകുന്നു, കയ്യിലഞ്ച് പണം മാത്രം മതി എന്ന ചിന്തയിലോടുന്നു. ഈ പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നിന്നിൽ നിന്ന് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാം. ആമേ, വലിയ കാലങ്ങളൊന്നും വേണ്ട, ദൈവം നിന്നെ മറന്നു കളഞ്ഞ ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ലോകത്തിന്റെ മുൻപിൽ സകലതും തകർന്നവനായി ഒരു പരസ്യകോലമായി നിൽക്കേണ്ട ഗതികേട് വരും. ഇന്ന് പകൽ ദൈവാത്മാവാരെയൊക്കെ വാൺ ചെയ്യുക, ഈ പകൽ നമുക്കൊന്ന് മടങ്ങി വരാമോ? ഈ പകൽ ദൈവത്തോടെ അടുത്തു വരാമോ? ഈ പകൽ ദൈവത്തോടെന്ന് പറയാമോ, കർത്താവേ, പറ്റിപ്പോയി എൻ്റെ ജീവിതത്തിൽ വന്നുപോയോ പാപക്കറകളെ ഈ പകൽ ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ഈ പകൽ ആരടുത്തുമില്ലേ, എന്റെ കുടുംബത്തിൽ ഞാൻ അങ്ങയോട് ചേർന്ന് വരാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയരേ, ജീവിതത്തിന്റെ മുൻപിൽ എത്ര വലിയ പ്രതികൂലങ്ങളും എപ്പോൾ വേണമെങ്കിലും വെളിപ്പെടാം. ശിംശോൻ അറിഞ്ഞില്ല അവന്റെ കൃപ നഷ്ടപ്പെടുമെന്ന്, അവൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുമെന്ന് അറിഞ്ഞില്ല. എൻ്റെ ചോദ്യം, ശിംശോനെ ദൈവത്തിന് അറിയായിരുന്നെങ്കിൽ, ആ പഴയ കൃപയില്ലേ ഉണ്ടായിരുന്നെങ്കിൽ കണ്ണ് കുത്തി പൊട്ടിക്കുമായിരുന്നോ? തലയിലെ ഒരു രോമം വെട്ടിയെടുക്കാൻ പറ്റുമായിരുന്നോ? അവൻ അഭിഷിക്തനായിരുന്നു, അവൻ അഭിഷിക്തനായിരുന്നു, അവൻ കൃപയുള്ളവനായിരുന്നു, അവൻ മഹത്വം വഹിച്ചവനായിരുന്നു. ഇതെല്ലാം വെട്ടിക്കളഞ്ഞപ്പോൾ ശിംശോൻ ഒരു ബോധോദയം, ശിംശോൻ ഒരു ബോധോദയം. ദൈവത്തോട് പറയുക, കർത്താവേ, പറ്റിപ്പോയി, പറ്റിപ്പോയി, ഗിവ് മീ വൺ മോർ ചാൻസ്, ഒരാവർത്തി കൂടെ എനിക്ക് ആ ശക്തി ഒന്ന് മടക്കി തരണേ. ഞാൻ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, എങ്ങനെയും ജീവിച്ചിട്ട് മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് ചോദിക്കേണ്ട ഗതികേട് വരരുത്, ഗതികേട് വരരുത്, ഗതികേട് വരരുത്. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയാം, കർത്താവേ, നിനക്ക് വേണ്ടി നല്ല കാലത്ത് ഞാൻ നിന്നു, അന്ത്യം വരെയും നിന്നു. തെറ്റുകൾ വന്നു, അതെല്ലാം വിട്ട് ഞാൻ അങ്ങയുടെ പിന്നാലെ ഓടി. എൻ്റെ ജീവിതം തകർന്നു പോകാതെ നിൽക്കാൻ അങ്ങേ ആഴമായി അറിയാനുള്ളൊരു കൃപ എനിക്ക് തരണമേ എന്ന് നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ പ്രാർത്ഥിക്കുന്നവനായി മാറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഈ പ്രസംഗം ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുമ്പോൾ ദൈവാത്മാവിനെ ഓർമ്മപ്പെടുത്തിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ആമേ, തീച്ചൂളയുടെ മുൻപിൽ കൊണ്ടിട്ടവർ ദഹിച്ചുപോയി. എന്തുകൊണ്ട്? ദൈവത്തിന് അവരെ അറിയില്ലായിരുന്നു, ദൈവത്തിന് അവരെ അറിയില്ലായിരുന്നു. പക്ഷേ ശിംശോനെ ദൈവത്തിന് അറിയാമായിരുന്നു. ദൈവത്തിനെ അറിയാമായിരുന്നവൻ പാപം ചെയ്തപ്പോൾ
പാപം ചെയ്തപ്പോ, ദൈവത്തിന്ന് ബന്ധമകന്നപ്പോ ദൈവ ശത്രുവിൻ്റെ കരത്തിലേൽപ്പിച്ചു. ദൈവം അറിയാത്തവനെ പോലെ മാറി നിന്നു. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ പ്രിയരെ, ഈ രണ്ട് ഗ്രൂപ്പ് നമ്മുടെ മുൻപിൽ നിൽക്കുക. ഒന്ന് ദൈവത്തെ അറിഞ്ഞിട്ട് അറിയാത്തവരെ പോലെ ജീവിച്ച് ന്യായവിധിയുടെ വാളിൽ തകർന്നു പോയവർ. രണ്ട്, ദൈവത്തെ അറിയാത്തൊരു കൂട്ട. അതിനെ നമുക്ക് വിടാം. ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ നിൽക്കുന്നവരാണോ നമ്മൾ? ഈ പകൽ മടങ്ങി വന്നേ പറ്റത്തുള്ളൂ. കാരണം അറിയാമോ, നിന്നെക്കുറിച്ച് കണ്ട വിളി വെളിപ്പാമേ വലുതാണ്. നിന്നെക്കുറിച്ച് കണ്ട വാഗ്ദത്തം വലുതാണ്. നിന്നെക്കുറിച്ച് ദൈവം കണ്ട പദ്ധതി വലുതാണ്. അതിലേക്ക് പോകുമ്പോൾ പ്രതികൂലത്തിന്റെ തീച്ചൂളകൾ വരുമ്പോൾ തകർന്നു പോകാതെ നിൽക്കാം. ദൈവത്തെ അധികമോ ഈ പകൽ നമ്മൾ അറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ചോദ്യം, യോസേപ്പിന് ദൈവത്തെ അറിയാതിരുന്നു എങ്കിൽ, ഹലോ, യോസേപ്പ് ദൈവത്തെ അറിയാത്തവനാണ്. ഹലോ, ആരും കൈവെക്കണ്ട. നമ്മളെ പോലെയുള്ള ഒരു വ്യക്തിയാണ് യോസേഫ് എന്ന് ഇരിക്കട്ടെ. നമ്മളെന്താ പള്ളിയിൽ വരുന്നുണ്ട്, എല്ലാം ഉണ്ടെന്ന്, അപ്പൻ്റെ വീട്ടിലുണ്ട്, അപ്പൻ്റെ അങ്കിയുണ്ട്, എല്ലാം ഉണ്ട്. ഹലോ, പക്ഷെ ദൈവത്തിന് നമ്മളെ പലരെയും നിങ്ങളെ മൗനം ഞാൻ അങ്ങനെ വിശ്വസിക്കുകയാണ്. പ്രകടനങ്ങളൊന്നുമല്ല പ്രിയരെ, ജീവിതം കൊണ്ട് ദൈവത്തെ അറിയിക്കുക. ചിലരൊക്കെ വന്നിരുന്ന് തള്ളു കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പറന്നു പോകുന്ന തള്ളുന്നേ. ഹലോ, നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? അപ്പോഴേ ഞങ്ങളുടെ ഹൃദയമൊക്കെ ചിരിക്കും. ഹലോ, ഞങ്ങളിത് എത്ര കണ്ടതാ. കഴിഞ്ഞ ദിവസം ഞാൻ എവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, 10 കൊല്ലമായി ദൈവത്തെ പ്രസംഗിക്കുന്നു. ഹലോ, അതുകൊണ്ട് വലിയ തള്ളൊന്നും ഇങ്ങോട്ട് വേണ്ട, അങ്ങോട്ട് അതിനേക്കാളും തള്ളൊന്നും അവിടെയൊന്നും ഏശത്തില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? യോസേപ്പ് അപ്പൻ്റെ മുമ്പിൽ നല്ലവനാ. ഹലോ, അപ്പൻ്റെ മുമ്പിൽ നല്ലവനാ. അങ്കിയുണ്ട്, എല്ലാം നന്മയുണ്ട്, കംഫോർട്ട് സോണാ. പക്ഷെ എൻ്റെ ചോദ്യം, യോസേപ്പിന് ദൈവത്തെ അറിയാം, ദൈവത്തിന് യോസേപ്പിനെയും അറിയാം. ഹലോ, നിങ്ങളൊന്ന് സിമ്പിളി ചിന്തിച്ചാതെ, യോസേപ്പിന് ദൈവത്തെ അറിയില്ലായിരുന്നെങ്കിൽ, ദൈവത്തിന് യോസേപ്പിനെ അറിയില്ലായിരുന്നെങ്കിൽ അവൻ്റെ ഗതികേട് എന്തായിരിക്കുമായിരുന്നു? ഹല്ലേലൂയ. അതാ ഇന്ന് പകൽ പ്രസംഗിച്ചത്. നിന്റെ മുൻപിൽ വരുന്ന പ്രതികൂലത്തിന്റെ നടുവിൽ ജയിക്കണമെങ്കിൽ യു വാണ്ട് ടു നോ ഗോഡ്. ദൈവത്തിന് നിന്നെ, ദൈവത്തെ നീ അറിയണം, ദൈവത്തിന് നിന്നെ അറിയണം. ഞാൻ ചിന്തിച്ചു പോയി പ്രിയരെ, യോസേപ്പിന് ദൈവത്തെ അറിയില്ല, ദൈവം യോസേപ്പിനെ അറിയില്ല. സഹോദരന്മാരെല്ലാം കൂടെ ഒറ്റ ചവിട്ട് പൊട്ടക്കിണറിനകത്ത് അവിടെ കൊണ്ട് ജീവിതം തീർന്നേനെ. ഹലോ, ഹല്ലേലൂയ. പോട്ടെ, രൂപേ വന്ന് കൈത്താങ്ങി എഴുന്നേൽപ്പിച്ചു. ഒരുത്തന് ഒരു ചെറിയ കുറ്റബോധമെങ്കിലും വന്ന് കൈത്താങ്ങി എന്നിരിക്കട്ടെ. അടുത്ത അടിമച്ചന്തയിൽ വിവസ്ത്രനായി 20 വെള്ളിക്കാശിന് വിൽക്കാൻ നിർത്തിയപ്പോൾ യോസേപ്പിന്റെ മുൻപിൽ ദൈവത്തിന് അവനെ അറിയില്ലെങ്കിൽ, അവന് ദൈവത്തെ അറിയില്ലായിരുന്നെങ്കിൽ അവൻ എത്തേണ്ടടുത്ത് എത്തുമായിരുന്നു. ഹല്ലേലൂയ. ഏതോ വീട്ടിനകത്ത് അടിമയായി ഒരായുസ് മുഴുവനും തീർന്നനെ. പോട്ടെ, പോത്തീഫറിന്റെ ഭവനത്തിൽ പോത്തീഫറിന്റെ ഭാര്യ ഒഴുക്കിയ കുതന്ത്രത്തിനകത്ത് വീണ് കാരാഗ്രഹത്തിനകത്ത് അകപ്പെട്ടപ്പോ യോസേപ്പിന് ദൈവത്തെ അറിയില്ലായിരുന്നെങ്കിൽ, യോസേപ്പിന് ദൈവത്തിന് അറിയില്ലായിരുന്നെങ്കിൽ അവന്റെ ഭാവി എവിടെയായിരുന്നു? കാരാഗ്രഹത്തിന്റെ ഇരുമ്പഴിക്കകത്ത് ഒരായുസ് മുഴുവന് ഒരു ഭക്തൻ തീർന്നു പോകുമായിരുന്നു. അവിടെയൊന്നും തോൽപ്പിക്കാതെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തിയവർ ദൈവത്തോടുള്ള അറിവല്ലേ, ദൈവത്തിന് അവനെ അറിയാമെന്ന് ദൈവിക പദ്ധതിയല്ലേ. ഈ പകൽ കരമടിച്ച് വായ്കളെ തുറമ ശാരാഭാര ധൂരാഭാര ധാര ഘടക ഭാര ധാര ശാരാധാര ധാര 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 ശാരാമാന ധാര ധാര റീബരവൈഡവരന്തര ഘടക പരാതല ഘടക പരാതല ഘടക തേരമനന്ത അർത്ഥമാന ധൂരാധാര വൈഡമാന
റീമനവച്ചപരം ധര വൈഡപരം ധര വൈഡപരം ധര ഘടക പരാതല ഘടക റീമാനാധാരിഖ മാനാധാരാധാര കരമടിച്ചു വായികളെ തുറ എന്റെ ദൈവത്തിന് ആരാധന കൊടുത്താട്ട് ചിലരെ ദൈവാത്മാവ് ചേർത്ത് പിടിക്കുകയാണ്. ഈ പകൽ ചേർത്ത് പിടിക്കുക. ഒറ്റ വ്യക്തികൾ പോലും മൗനമായിരിക്കരുത്. കരം കൊണ്ടുവന്നിട്ടുള്ളവരെല്ലാം കരമടിച്ചു വായികളെ തുറമ, കരമടിച്ചു വായികളെ തുറമ. ഫിലബിനെ ദൈവം തൊടുക, ഫിലബിന്റെ മേൽ ദൈവ സാന്നിധ്യം തൊടുക, ഫിലബിന്റെ ദൈവിക മഹത്വത്തിൽ വിളിക്കുക. മകനെ മകളെ, ഈ പകൽ കയറി വാ. എനിക്ക് നിന്നെ ഒന്ന് അധികമായി അറിയണം. ദൈവത്തോട് പറ, God, I want to know you more. ഈ പകൽ എനിക്ക് അങ്ങ് അധികമായൊന്ന് അറിയണം, അധികമായൊന്ന് അറിയണം. എന്റെ മുൻപിൽ വരുന്ന പ്രതിസന്ധിയെ ചാടിക്കടക്ക, ഈ പ്രതികൂലത്തെ ചാടിക്കടക്ക, ഈ പൊട്ടക്കിണറിനെ ജയിക്ക, ഈ പോത്തിപ്പറിന്റെ ഭവനത്തെ ജയിക്ക, ഈ കാരാഗ്രഹത്തെ ജയിക്ക, ഈ അടിമ ചമ്പയെ ജയിക്ക. ദൈവമേ, ഓ ശാരാധാരാധാര ബലച്ചുര വൈഡപരംധര ഓ ശാരമാന അർത്ഥപരംദേ. ഈ പകൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ കേവലം അന്യഭാഷ പറഞ്ഞ് കൈയടിച്ച് തീരരുത്. ഈ പകൽ ദൈവത്തോട് പറ, കർത്താവേ, എനിക്ക് അങ്ങയെ അധികമായി അറിയണം. എൻ്റെ പിതാക്കന്മാർ അറിഞ്ഞവനേക്കാൾ, എൻ്റെ പിതാക്കന്മാർ അറിഞ്ഞവനേക്കാൾ, എൻ്റെ മാതാവ് അറിഞ്ഞവനേക്കാൾ ഈ തലമുറയിൽ അങ്ങയെ അധികമായി അറിയണം. ഒരു ഹൃദയം തുറന്നു പ്രാർത്ഥിര്. ആരോട് സംസാരിച്ചിട്ടില്ലാത്തവണ്ണ് ഈ തലമുറയിൽ ദൈവം എന്നോട് സംസാരിക്കുക. ഈ തലമുറയിൽ നിന്റെ കൂടാരത്തെ അവർ ഇറങ്ങി വരും. ദൈവമുള്ള കൂടാരമായി ഈ പകൽ നിന്റെ കൂടാരം ഷിഫ്റ്റ് ചെയ്യപ്പെടും. കരമടിച്ചു വൈകളെ തുറമ. ആരോടൊക്കെയോ ദൈവാത്മാവ് കൃത്യമായി ഇടപെടുകയോ. പ്രിയ സ്നേഹിത, പ്രിയ കൂടപ്പിറപ്പ്, ഈ പകൽക്കാലം ധനവാനായി ജീവിക്കുന്നതിനേക്കാൾ, പട്ടുടുത്ത ആഡംബരത്തോടെ ജീവിക്കുന്നതിനേക്കാൾ ഈ പകൽക്കാലം ദൈവമറിയുന്ന ലാസറാക, ദൈവമറിയുന്നവനായി മാറ്. ലോകത്തിന്റെ മുൻപിൽ ദരിദ്രനായിരിക്ക. ലോകത്തിന്റെ മുൻപിൽ ഈ ലോകത്തിലൊരു നന്മയും നിനക്ക് കാണില്ല, ആരോഗ്യം നിനക്ക് കാണില്ല, ഒരു താൽക്കാലിക നന്മകളും നിനക്ക് കാണില്ല. പക്ഷേ സാക്ഷാൽ ദൈവത്തിന് ലാസറേ നിന്നെ അറിയോ, ലാസറേ നിന്നെ അറിയോ, നിന്റെ ഉഴച്ചിലുകൾ അവനറിയോ. ശാരാബാര വൈഡപരം ദുരഘടകപരാജല ഘടകപരാജല ഘടകപരാജ. ആരുടെയൊക്കെ ശിരസിൽ കരം വെച്ച് ആത്മാവ് ദൂതു പറയുക. ഈ തലമുറയിൽ നിന്റെ മുൻപിൽ വരുന്ന പ്രതികൂലത്തെ ചാടിക്കടക്ക. ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലക്ക് ആമേൻ ഇല്ലാതെ കഴിയില്ല കുഞ്ഞ്. ദൈവമില്ലാതെ നിനക്ക് ജയിക്കാൻ കഴിയില്ല. ആമേൻ ദൈവമില്ലാതെ നിനക്ക് ഓടാൻ കഴിയില്ല. ദൈവമില്ലാതെ നിന്റെ ഭവനത്തെ പണിയാൻ കഴിയില്ല. ദൈവമില്ലാതെ നിന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയില്ല. ദൈവമില്ലാതെ നിനക്കൊരു ഇഞ്ച് പോലും അനങ്ങാൻ കഴിയില്ല. ദൈവമില്ലാതെ നിനക്ക് വളരാൻ കഴിയില്ല. ദൈവമില്ലാതെ നിനക്ക് ഭാവി ഉണ്ടാകാൻ കഴിയില്ല. ദൈവമില്ലാതെ നിന്റെ ശുശ്രൂഷ പുറത്തു വരില്ല. ദൈവമില്ലാതെ നിന്റെ സഭ വളരില്ല. ദൈവമില്ലാതെ നിന്റെ ശുശ്രൂഷ വളരില്ല. ദൈവമില്ലാതെ നീ വളരില്ല. ഈ പകൽ മുൻപിൽ വരുന്ന പ്രതിസന്ധിയുടെ നടുവിൽ ദൈവമുള്ളവനായി യോസേഫ് ഒരിക്കൽ പറഞ്ഞു, എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്.
പ്രിയരെ, നമ്മൾ ഇതുവരെ എത്തിയത് കൃപയാൽ. ഇനി എത്ര ദിവസം ഉണ്ടെന്നറിയില്ല, എത്ര വർഷമുണ്ടെന്നറിയില്ല, എത്ര നാളുകൾ ഈ ഭൂമിയിലുണ്ടെന്നറിയില്ല. അങ്ങ് എത്തുന്നത് വരെയും ആ ദൈവം നമ്മളോട് കൂടെ ഉണ്ടാകണം. എന്നെ ഒത്തിരി സ്ട്രൈക്ക് ചെയ്തൊരു ചിന്തയാണ്, ഒത്തിരി സ്ട്രൈക്ക് ചെയ്ത ചിന്തയാണ്. യൗവനക്കാരൻ മലയ്ക്ക് 17-ാമത്തെ വയസ്സിൽ യോസേപ്പ് സ്വപ്നം കണ്ടു. അവൻ്റെ 30ഓളം എത്തുന്ന പ്രായത്തിൽ അവനെ ഭരണകസേരയിൽ ദൈവം കയറ്റിയിരുത്തി. നീണ്ട വർഷങ്ങൾ അവൻ്റെ മുൻപിൽ വന്ന പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ യോസേപ്പ് ഒറ്റയ്ക്ക് ജയിച്ചതല്ല. ആ പ്രതിസന്ധിക്കകത്തെല്ലാം ദൈവം ഇറങ്ങിയതാ. എൻ്റെ ചോദ്യം, ഇനി എത്ര കാലം ജീവിക്കും? ഇനി എത്ര കാലം നീ ജീവിക്കും? ഈ ഭൂമിയിൽ എത്ര കാലം നീ ഓടും? എത്ര കാലം നമ്മൾ പ്രസംഗിക്കും? എത്ര കാലം ഈ ലോകത്ത് കാണും? ആ കാലഘട്ടങ്ങളിലെല്ലാം നമ്മുടെ മുൻപിൽ വരുന്ന പ്രതിസന്ധിക്കകത്ത് ദൈവമില്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചേ. നമ്മുടെ കൂടാരത്തിൽ വരുന്ന പ്രതിസന്ധിക്കകത്ത് ദൈവമില്ലെങ്കിൽ, നമ്മുടെ ആലയത്തിനകത്ത് വരുന്ന പ്രതിസന്ധിക്കകത്ത് ദൈവമില്ലെങ്കിൽ, ആ യോസേപ്പിന്റെ മുൻപിൽ വെളിപ്പെട്ട പ്രതികൂലത്തിനകത്ത് ദൈവം ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ യോസേപ്പ് മിസ്രൈമിലെത്തുമായിരുന്നോ? പ്രിയരെ, ടൈമിംഗ് ഈസ് ടു ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? സമയം ഏറ്റവും പ്രധാനമുള്ളതാണ്. ദൈവം നിനക്ക് വേണ്ടി വച്ചിരിക്കുന്നൊരു സമയമുണ്ട്. അന്ന് നീ പുറത്തു വന്നില്ലെങ്കിൽ ആ സമയത്ത് എൻ്റെ ദൈവം ആ സ്ഥാനത്ത് വേറൊരാളെ എഴുന്നേൽപ്പിക്കും. വചനം പറയുന്നുണ്ട്, മൊർദെഖായി പറയുന്നുണ്ട്, എസ്തേറേ, ഈ സമയത്ത് നീ മിണ്ടാതിരുന്ന യഹൂദന്മാരുടെ രക്ഷ വേറൊരു സ്ഥാനത്ത് വരും. നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ദൈവത്തിൻ്റെ മുൻപിൽ സമയം ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. സ്നേഹത്തോടെ ഞാൻ പറയാം, ഒരു മനുഷ്യൻ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാക്കിയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിനറിയാം അവൻ ഇന്ന സമയത്ത് ഇന്ന വിദ്യാഭ്യാസം പൂർത്തീകരിച്ചിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന സമയത്ത് അവന്റെ ഭാവി ഉണ്ടായിരിക്കണം. ശുശ്രൂഷ ദൈവം സെറ്റ് ചെയ്ത ഒരു സമയമുണ്ട്, അപ്പോൾ വെളിപ്പെട്ടിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളെ ഓരോരുത്തരുടെയും ജീവിതത്തെ കുറിച്ച് ദൈവം സെറ്റ് ചെയ്ത ഒരു സമയമുണ്ട്. അന്ന് നാം അവൈലബിൾ അല്ലെങ്കിൽ, അമ്മ സബിൻ ബാസ് അവൈലബിൾ അല്ലെങ്കിൽ, അമ്മ സബിൻ ബാസ് ദൈവ സാന്നിധ്യത്തിലില്ലെങ്കിൽ, ദൈവത്തിൻ്റെ വഴിയില്ലെങ്കിൽ, ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ അങ്ങ് പ്രസംഗിച്ച് അങ്ങ് പോകും. ദൈവം വച്ച പദ്ധതിയിലെത്തില്ല. ദൈവം പറഞ്ഞ ആലോചനകൾ നിവർത്തിക്കില്ല. ദൈവം കണ്ട സ്വപ്നങ്ങൾ നിവർത്തിക്കില്ല. നമ്മൾ പലരും പ്രവാചകന്മാരെ കുറ്റം പറയുമേ, പലരും ദൈവദാസന്മാരെ കുറ്റം പറയുമേ, പലരും ദൈവത്തെ പകയ്ക്കുന്നവ. പക്ഷെ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ദൈവം വച്ച സമയത്ത് നീ ഏതെങ്കിലും കാര്യത്തിൽ ലോകപരമായ എന്തിലെങ്കിലും എൻഗേജ്ഡായി ലോകത്തിൽ
ദൈവത്തിന്റെ ഇഷ്ടത്തിനകത്ത് തീർന്നുപോയ വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നെ എങ്ങനെ ഉപയോഗിക്കും? ദൈവം നിന്റെ കുടുംബത്തെ എങ്ങനെ പറയും? നാളെ നമുക്ക് പറയാം, മാറാമവ സഭയ്ക്കകത്ത് വന്നിട്ട് ഒരു വിടുതലും ഇല്ലല്ലോ. ഇല്ലാത്തത് കൊണ്ടാണ് രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നത്. ഹല്ലേലൂയ. ഇല്ലാത്തത് കൊണ്ടാണ് ഓടിപ്പുടച്ച് വരുന്നത്. കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ ഇച്ചിരി തിരക്കായതുകൊണ്ട് റിസർച്ചും കാര്യങ്ങളുമായിട്ട് ഫോൺ എടുത്തില്ല. എത്ര കോള് കിടക്കുന്നെന്ന് അറിയാമോ? ഇവിടെ ഒരു ദൈവമഹത്വമുണ്ട്. ഇന്നു പകൽക്കാലം ആരെയും പഴിച്ചിട്ട് കാര്യമില്ല. ഈ പ്രസംഗം ദൈവാത്മാവ് എന്റെ ഹൃദയത്തിനകത്ത് തന്നപ്പോൾ ദൈവത്തോട് ഞാൻ ചോദിച്ച ചോദ്യം, കർത്താവേ, നീ എന്നെ ഉപയോഗിക്കേണ്ട നാളിൽ ഞാൻ അവൈലബിൾ ആകോ? എന്റെ ജീവിതത്തിലെ കുറവുകളെ നീ വെട്ടി മാറ്റണമേ. അപ്പോഴാ എന്റെ ഹൃദയത്തിനകത്തോടി വന്നത് കോമളരൂപിയായ സുന്ദരനായ 17 വയസ്സുകാരൻ. അവൻ്റെ കൂടെ ദൈവമില്ലായിരുന്നെങ്കിൽ പൊട്ടക്കിണർ അവൻ അവസാനമായേനെ. അവൻ്റെ കൂടെ ദൈവമില്ലായിരുന്നെങ്കിൽ പോത്തിഫറിന്റെ ഭവനം അവൻ അവസാനമായേനെ. കാരാഗ്രഹത്തിനകത്ത് ഒതുങ്ങിയേനെ. ഇന്നു പകൽ അവൻ്റെ കൂടെ ദൈവമുള്ളത് കൊണ്ട് വചനം പറയുന്നു, മിസ്രയീമിൽ ഫറവോനേക്കാ അല്പം മാത്രം അവന്റെ വ്യത്യാസം കൊടുത്ത് ഫറവോനുള്ള എല്ലാ അധികാരവും യോസേഫിന് നൽകി. അവനെ ആദരിച്ചു. ഇന്ന് പകൽ താൽക്കാലിക നന്മയുടെ പുറകെ പോകരുത്. 2 കൈയടിക്ക് വേണ്ടി പോകരുത്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടത്, കൂട്ടുകാർ 2 പേർ നേർന്ന് നിന്ന് കൈയടിച്ചു കൊടുത്തപ്പോ 10ാം ക്ലാസ്സുകാരൻ ഫിസിക്സിന്റെ എക്സാം കഴിഞ്ഞപ്പോ മലയാളം മീഡിയത്തിൽ പഠിക്കുന്ന ഒരുവനെ അടിച്ചവൻ്റെ പല്ല് തകർത്തു. എന്തിനു വേണ്ടി? 2 കൈയടി കൂട്ടുകാർ ചേർന്ന് അടിച്ചു കൊടുത്തപ്പോൾ. നമുക്കിതൊക്കെയാ സുഖം. നാട്ടുകാർ പറയുന്നതും കൂട്ടുകാർ പറയുന്നതും കുടുംബക്കാർ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊന്ന് എമ്മമില്ലാതെ അങ്ങ് ഉയരും. കാണിച്ചു കൂട്ടണം എന്തെന്ന്. കഴിഞ്ഞ ദിവസം ആ വാർത്ത കിടക്കുന്ന ഇപ്പം ജയിലിലാണ്. പിള്ളേർ ജയിലിൽ കിടക്കുക. എന്തിനാണ്? ഹലോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഇന്ന് പകൽക്കാലം ആരും കൂടെ കാണില്ല. ഇന്ന് നിന്റെ ബൈക്ക് കയറി വന്ന ഭാര്യ കൂടെ കാണില്ല. ബൈക്ക് ഓട്ടിച്ചു വന്ന ഭർത്താവ് കൂടെ കാണില്ല. പ്രസംഗിക്കുന്ന സമൂഹൽ പാസ്റ്റർ കൂടെ കാണില്ല. ആരും കൂടെ കാണില്ല. നിത്യത ഒറ്റയ്ക്കാണ്. നിത്യത വ്യക്തിപരമാണ്. ഹല്ലേലൂയ. ഈ പകൽ ദൈവമുള്ളവനായി മാറണം. ദൈവം അറിയുന്നവനായി മാറണം. ഇല്ലെങ്കിൽ തകർന്നിട്ട് അയ്യോ പാസ്റ്ററെ തീർന്നല്ലോ, അയ്യോ പാസ്റ്ററെ വീണല്ലോ, അയ്യോ പാസ്റ്ററെ അടിച്ചല്ലോ ഇടിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവസന്നിധിയിൽ കരയണം. ദൈവസന്നിധി കൃപയോടെ നിൽക്കണം. ദൈവത്തോട് പറയണം, കർത്താവേ, ആരും എന്നെ അറിഞ്ഞില്ലേലും എൻ്റെ ദൈവം എന്നെ അറിയണം. ഒറ്റ കണ്ടീഷൻ, ദൈവം എന്നെ അറിയണം. എൻ്റെ ദൈവം അറിഞ്ഞാൽ എൻ്റെ ജീവിതം ഞാൻ പുറത്തു വരും. ദൈവം അറിഞ്ഞാൽ അർഹതയില്ലാത്ത രീതിയിൽ മാന്യതകൾ വെളിപ്പെടും. സ്നേഹത്തോടെ ഞാൻ പറയാം, ആരെയും ദൈവത്തിനൊരു പദ്ധതിയില്ലാതെ സൃഷ്ടിച്ചിട്ടില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചലിക്കരുത്. നിങ്ങളൊരു കാലെടുത്തൊരു സ്റ്റെപ്പിൻ ചെയ്യുമ്പോൾ ദൈവസന്നിധി പ്രാർത്ഥിക്കണം. ദൈവിക സന്നിധി തീരുമാനമെടുക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ വ്യവസ്ഥയോടെ നിൽക്കണം. എന്നിട്ട് തീരുമാനത്തിൽ ചലിക്കാവൂ. ഇല്ലെങ്കിൽ തകർന്നു പോകും. പ്രിയരെ, ആരുമില്ലെങ്കിലും ദൈവം അറിയുന്നവനായി മാറണം. എല്ലാ കണ്ണുകളും ദൈവസ്ഥലം അടയാമോ? ഒരു നിമിഷം ദൈവസ്ഥലം എഴുന്നേറ്റ്